വിനീത് ശ്രീനിവാസനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് ധ്യാൻ ശ്രീനിവാസനല്ലേ. എഴുത്തുകാരൻ, സംവിധായകൻ, അഭിനേതാവ്, കഥകളുണ്ടാക്കി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ ധ്യാൻ ശ്രീനിവാസൻ്റെ കഥകൾ മാത്രം എടുത്താൽ നല്ല പുസ്തകമാക്കാവുന്ന രീതിയിലാണ്. ധ്യാൻ്റെ അഭിനയത്തെക്കാൾ ഉപരി ധ്യാൻ പറയുന്ന കഥകൾ കേൾക്കാനാണ് പലരും ഇഷ്ടം, ഇല്ലേ? അങ്ങനെ സംസാരിക്കുക, ഹ്യൂമർ സെൻസ് ഇങ്ങനെ കൂടുതലുള്ള അങ്ങനെ ഒരു വിനീത് ശ്രീനിവാസിൽ നിന്ന് അങ്ങനെയല്ല. വിനീത് ശ്രീനിവാസൻ ഒരു പക്വതയുള്ള പാവം പയ്യൻ. ധ്യാൻ അങ്ങനെയല്ല. ധ്യാൻ ഒരു വിളഞ്ഞ വിത്ത് പോലെ തോന്നും, ഇല്ലേ? അപ്പോൾ ശ്രീനിവാസൻ അന്ന് പിന്നീട് പറഞ്ഞു, എൻ്റെ കണക്ക് കൂട്ടലുകളും എൻ്റെ പ്രവചനങ്ങളും തെറ്റിച്ചവനാണ് എൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ. അത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ശ്രീനിവാസൻ. ആലോചിക്കണം. അപ്പോൾ ആ കണക്കുകൾ തെറ്റിച്ചിട്ടാണെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു സർവകലാവല്ലഭൻ എന്ന് പറയാവുന്ന ഒരു ചെറുപ്പക്കാരനെ കിട്ടി. അതല്ലേ സത്യം?